കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. തന്നോട് ഞാൻ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ബാംഗ്ലൂരിൽ നമ്മൾ വലിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന പണികളൊക്കെ ഏകദേശം പൂർത്തിയാവുകയും ചെയ്തു. അതിനിടയിലാണ് അമലയുടെയും ശിവയുടെയും പ്രശ്നമുണ്ടായത്. അതേ തുടർന്ന് ഒറ്റ ദിവസം കൊണ്ട് ആ വിഘ്നേശ്വരൻ്റെ ആളുകൾ എല്ലാം അടിച്ച് തകർത്ത് നശിപ്പിച്ച് കളഞ്ഞു. നമ്മുടെ മക്കളുടെ ജീവന് കൂടി കുഴപ്പമുണ്ടാവുമെന്ന് വന്നപ്പോഴാണ് ഞാൻ അവരെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചത്. ഇനിയിപ്പോ എന്ത് ചെയ്യട്ടാ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല. നോക്കട്ടെ ഇതെവിടം വരെ പോവെന്ന്. അപ്പൊ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങള് വരാനിരിക്കുന്നുണ്ടല്ലേ? അതെ, ഇതൊരു ചെറിയ സംഭവം മാത്രം. പക്ഷേ ബാംഗ്ലൂരിലെ കാര്യം അങ്ങനെയല്ല. ബിസിനസ് എന്ന് പറയുമ്പോൾ പണം വന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. അതൊന്നും നമ്മുടെ കയ്യിൽ ഫിക്സഡ് ആയിട്ടുണ്ടാവില്ല. ബാംഗ്ലൂരിലെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. അതിനു മുമ്പ് തന്നെ നമുക്കത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. ബാങ്കിൽ നിന്ന് എത്രയോ കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് തുടങ്ങാൻ തീരുമാനിച്ചത്. ഇതൊക്കെ നമുക്ക് വേണ്ടിയായിരുന്നു DK തുടങ്ങിയത്. നമ്മുടെ വിധി. നമുക്കത് അനുഭവിക്കാൻ യോഗമില്ലാതായിപ്പോയി. വിധിയല്ല, ചതി. DKയും ജ്യോതിയും കൂടെ പോയി ആ അമലയെ പിടിച്ചോണ്ട് വന്നിട്ടല്ലേ ഈ കുഴപ്പമെല്ലാം ഉണ്ടായത്. അതല്ലേ ആ MP വിഘ്നേശ്വർ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിട്ട് ഇനി എന്താ കാര്യം? ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ആലോചിക്കേണ്ടത്. ഇവിടെ DKക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാ. ഒറ്റയ്ക്ക് നീന്തിക്കയറാൻ പറ്റുന്ന അവസ്ഥയിലാണ് DK എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്ലാൻ നിങ്ങൾ തയ്യാറാക്കണം. എന്നിട്ടത് DKയോട് സംസാരിക്കണം. ഈ ബിസിനസിന്റെ തകർച്ചയിൽ നിന്ന് DK എങ്ങനെയും കരകയറ്റിയേ പറ്റൂ. അല്ലെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിനാണ് ദോഷം. ആ ചതിച്ച ഫിനാൻസ് മാനേജറെ എങ്ങനെയാണെങ്കിലും കണ്ടെത്തണം. അടിച്ചവനെ പഞ്ചറാക്കണം. എന്തായാലും DK ആകെ തകർന്നിരിക്കുക. നിങ്ങൾ സ്വകാര്യമായിട്ട് DKയോട് സംസാരിക്കണം. DKക്ക് ധൈര്യം കൊടുക്കണം. ജ്യോതി, ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ആദ്യം കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതൊക്കെ പരിഹരിച്ച് ജീവിതത്തിൻ്റെ പുതിയ ഉയർച്ചയിലേക്ക് ഞാൻ പോയിട്ടുമുണ്ട്. ഇതും അതുപോലെ തന്നെ ആയിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും നിനക്കൊരു ദോഷവും സംഭവിക്കില്ല. കാന്തം ദാന്തമഖാന്തമഭ്രതടിനീ കാന്തം കൃതാന്താന്തകം കാന്തം കാശനമണ്ഡരൈരലവുമാകാന്തം നിതാന്തോജ്വലം കാന്താരാന്ത നിശാന്തം ഈശ്വരമനം കാന്തം പുരന്തം ദയാസ്വാന്തം ദന്തിവര അസുരാന്തക അഹം സഞ്ചിന്തയേ സന്തതം. ജോത്സ്യരെ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നും പ്രതിവിധി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മാത്രമാണ് ജോത്സ്യന് നൽകാൻ കഴിയുക. അല്ലാതെ ജോത്സ്യന് ആരുടെയും ജീവിതത്തിൽ കടന്നു കയറി രക്ഷിക്കാൻ കഴിയില്ല. ജോത്സ്യന്മാരും സാധാരണ മനുഷ്യരാണ്. കൃത്യമായ പഠനത്തിലൂടെ ഗ്രഹനിലകൾ തയ്യാറാക്കി ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ മാത്രമേ ജോത്സ്യന് കഴിയൂ. ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞല്ലോ. ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി ഇതിനുള്ള പ്രതിവിധി എന്താന്ന് വെച്ചാൽ ചെയ്യണം. ബിസിനസ്സിൽ ചതി പറ്റിയതിന് ജോത്സ്യർക്ക് എന്ത് ചെയ്യാൻ കഴിയും? DK, നമ്മളിലേക്ക് ധനം വരാനും നമ്മുടെ കയ്യിലുള്ള ധനം പോകാനും ഒരു സമയമുണ്ട്.
ധനം ഉണ്ടാക്കാൻ ആർക്കും പറ്റും, എന്നാൽ ബുദ്ധിപൂർവം അത് സൂക്ഷിക്കുന്നതിലാണ് കഴിവ്. ഇവിടെ ചില കുഴപ്പങ്ങളുണ്ട്, അതത്ര നിസ്സാരവുമല്ല. അമ്മേ, DKയുടെ ജാതകം. അത് പിന്നെ ജാതകം അത് അവിടെ കാണും. അത് പിന്നെ ഞാൻ കൊണ്ടുതരാം. ജ്യോതിയുടെ ജാതകം കൂടി എനിക്ക് വേണം. രണ്ടും വിശദമായിട്ടൊന്ന് എനിക്ക് പരിശോധിക്കണം. ഓരോ സമയത്തും ഗ്രഹങ്ങൾ മാറുമ്പോൾ അതനുസരിച്ച് ജാതകത്തിലെ ഗുണദോഷങ്ങൾക്കും ചില മാറ്റങ്ങൾ സംഭവിക്കാം. നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കാം, ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്താം. കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി നോക്കിയാലേ പറ്റുള്ളൂ. അതിന് DKയുടെയും ഭാര്യയുടെയും ജാതകം വിശദമായി തന്നെ പരിശോധിക്കണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സർവ്വതും നശിപ്പിക്കുവാനുള്ള ഒരു കാർമേഘം ഈ അമരാവതിയുടെ മുകളിൽ പണം വിടർത്തി നിൽപ്പുണ്ട്. അതിന് പരിഹാരം ചെയ്തേ പറ്റൂ. ജാതകം ഞാൻ കൊണ്ടുതരാം. ജ്യോതിഷരത് നോക്കി വെച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് വരാം. അമ്മയ്ക്ക് എന്താ മായച്ചൊരു പേടി പോലെ? മിണ്ടാതിരിക്കടി. പരിഹാര കർമ്മങ്ങളൊക്കെ നമുക്ക് വഴിപോലെ ചെയ്യാം. ജാതകങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഞാൻ നോക്കിയെടുക്കാം. ബിസിനസ്സിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി ആര് കാരണമായാലും ഇനി അങ്ങോട്ട് സൂക്ഷിക്കണം. സമയം നന്നല്ല. പരിഹാര കർമ്മങ്ങൾ ഞാൻ കുറിച്ച് നൽകാം. വഴിപാടുകളും പ്രാർത്ഥനകളും വേണം. എന്നുവെച്ചാൽ ആരും അങ്ങനെ ഭയപ്പെടേണ്ടതൊന്നുമില്ല. എല്ലാം ഭഗവാൻ നേരെയാക്കി തരും. മനസ്സിലായോ? മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ വരാം. അപ്പോ ഇതെല്ലാം ശരിയാവുന്നാണോ ജ്യോത്സ്യർ പറയുന്നത്? മാറും. മാറിയല്ലേ പറ്റൂ. കാര്യങ്ങളെല്ലാം വിശദമായി ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം. ഇനി ചതി പറ്റാതെ സൂക്ഷിച്ചോണം. എന്റെ കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പ. എന്തായിട്ടാ ഇത്ര വലിയ ആലോചന? ഞാൻ ആ ജ്യോത്സ്യം പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അയാൾ പറഞ്ഞു കേട്ടിട്ട് നിനക്കൊന്നും തോന്നിയില്ലേ? ആ, എന്തൊക്കെയോ ദോഷങ്ങളുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അത് എന്തൊക്കെയാണെന്ന് അയാൾ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ ജാതകത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അമ്മ എന്തിനാ ഒന്ന് പരിങ്ങിയത്? അമ്മ പരിങ്ങിയോ? ഞാൻ കണ്ടില്ലല്ലോ. ആ, ഇനി അമ്മ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? എന്തൊളിക്കാനോ? എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. അല്ല, ആ ദോഷത്തിൻ്റെ പരിഹാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചെന്തിനാ? അമ്മ ജോൽസിൻ്റെ വീട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞെന്തിനാ? എന്താണെങ്കിലും ഇവിടെ വെച്ച് പറയാൻ പാടില്ലായിരുന്നു. അതിപ്പോ ഇവിടെ ഇത്രയും പേരുള്ളതുകൊണ്ടും ഈ സമയമായതുകൊണ്ടും എല്ലാം നന്നായിട്ട് നോക്കാൻ കഴിഞ്ഞൊന്നും വരില്ലല്ലോ. ചിലപ്പോ വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും പിന്നീട് നോക്കി പറയാന്ന് പറഞ്ഞത്. ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട, എല്ലാം നല്ലതായിട്ട് തന്നെ വരും. അല്ല, നിന്റെ ജാതകം തന്നെ ജ്യോത്സ്യം വാങ്ങിക്കൊണ്ട് പോയത്? അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ ജാതകം കൊണ്ടുപോയോ? അത് ഞാൻ കണ്ടില്ലല്ലോ. ഞാനത് ശ്രദ്ധിച്ചേ ഇല്ല. ഞാൻ അമ്മയോട് ചോദിക്കാം.
എന്തായാലും എനിക്ക് ആ ജോൽസിനെ ഒന്ന് കാണണം. എന്തിന്? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. പക്ഷേ ഞാൻ ജോൽസിനെ കാണാൻ പോകുന്ന വിവരം ഒരു കാരണവശാലും അമ്മ അറിയരുത്. മനസ്സിലായോ? അപ്പൊ ജോൽസൻ അമ്മയോട് പറയില്ലേ? ജോത്സ്യം പറയാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തോളാം. താനായിട്ട് പറയരുത്. മനസ്സിലായോ? എന്തിനായിട്ടെ ഇങ്ങനെയൊക്കെ? അമ്മയോട് പറഞ്ഞിട്ട് പോകുന്നല്ലേ നല്ലത്? അല്ല, തൽക്കാലം ഒന്നും അമ്മ അറിയാതിരിക്കുന്നതാണ് നല്ലത്. ആകെ മൊത്തത്തിൽ എനിക്കെന്തോ ഒരു ദുരൂഹത തോന്നുന്നു. എവിടെയോ ചിലതൊക്കെ അങ്ങോട്ട് ശരിയാവാത്തതുപോലെ. മായേച്ചി, എന്താ ഇത്ര വലിയ ആലോചന? എന്തുപറ്റി? ജോത്സ്യം പറഞ്ഞത് ആലോചിച്ചിട്ടാണോ? ചില സംശയങ്ങളൊക്കെ എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. എന്ത് സംശയം? ഓ, ആ ജോത്സ്യം പറഞ്ഞ രാശി മേഡത്തിന്റെ കാര്യമാണോ? അതോ ബാംഗ്ലൂരിലെ കാര്യം നമ്മുടെ ഭർത്താക്കന്മാരെ തുറന്നു പറയാതിരുന്നതോ? ഇത് രണ്ടുമല്ല. പിന്നെ അമ്മ DKയോടോ DK അമ്മയോടോ പ്രധാനപ്പെട്ട ഒരു കാര്യവും പറയാതിരിക്കില്ല. എന്ത് കാര്യമായാലും അമ്മയോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ട് മാത്രമേ DK ചെയ്യൂ. ഇതുവരെ അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതെ, പക്ഷെ അതിനിപ്പോ എന്തു പറ്റി? പറ്റിയതെന്താണെന്ന് എനിക്കും അറിയില്ല. പക്ഷേ DK ഒരിക്കലും അറിയരുതെന്ന് അമ്മ ആഗ്രഹിക്കുന്ന എന്തോ ഒരു രഹസ്യം അമ്മയുടെ ഉള്ളിലുണ്ട്. അത് മായേച്ചിക്ക് എങ്ങനെ അറിയാം? അവിചാരിതമായിട്ട് കേട്ടതാ. എന്ത്? ജോത്സ്യരെ, ഒരിക്കലും എന്റെ മോനത് അറിയരുത്. ഇത്രയും നാളും അവനെ അറിയാതെ ഞാൻ സൂക്ഷിച്ചു. അവനത് അറിഞ്ഞാൽ താങ്ങാൻ കഴിയില്ല. എന്റെ ജോത്സ്യരെ, എന്റെ മോൻ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ മരണം വരെ അവന്റെ സന്തോഷം മാത്രം കണ്ടാൽ മതി എനിക്ക്. എന്നും എന്റെ കണ്ണന്റെ മുമ്പില് എന്നും ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നത് അവന് വേണ്ടി തന്നെയാ. ജോത്സ്യർ വരണം. പക്ഷേ ഇത് നമുക്കിടയിലെ രഹസ്യമായിട്ടിരിക്കുകയും വേണം. ആ ശരി ജോത്സ്യരെ. എന്റെ കൃഷ്ണ, ജോത്സ്യരോടാണോ അമ്മ സംസാരിച്ചത്? ജോൾസൻ ഈ വീട്ടിൽ വന്നത് വെറുതെ അല്ല ചിത്രേ. ജോത്സ്യർക്കും അമ്മയ്ക്കും ഇടയിൽ DKക്ക് പോലും അറിയാത്ത എന്തോ ഒരു രഹസ്യമുണ്ട്. ഒരിക്കലും DK അതറിയരുതെന്ന് അമ്മ വാശി പിടിക്കുന്നു. എന്തായിരിക്കും അത്? ഒരു ജോത്സ്യരുമായി ബന്ധപ്പെട്ട് സാധാരണ വരാൻ സാധ്യതയുള്ളത് വല്ല ഗൃഹദോഷമോ ജാതക കുഴപ്പമോ വരാനുള്ള വല്ല പൊരുത്തക്കേടുകളോ എന്തെങ്കിലും പിതൃദോഷമോ ഒക്കെ ആയിരിക്കും. അല്ലാതെന്താ? ഇതൊക്കെ പരിഹാരമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യത്തിനായിരിക്കും അമ്മ ഈ ഭയപ്പെടുന്നതെന്നാ എന്റെ ഒരു സംശയം. പരിഹരിക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞ നമുക്ക് അമ്മ അറിയാതെ ആ ജോത്സ്യനെ ഒന്ന് കണ്ടാലോ? അയാള് പറയില്ലേ? ഒരിക്കലും പറയില്ല. അവർ തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വേറൊന്നാ. എന്ത്? ഞാൻ വെറുതെ ഒന്ന് ഗസ് ചെയ്ത് നോക്കിയതാ. ഈ കുടുംബത്തിൽ അമ്മയുടെ ലൈഫിൽ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏറ്റവും വലുത് എന്തായിരിക്കും? അത് DK തന്നെയായിരിക്കും, നോ ഡൗട്ട്.
കറക്റ്റ്. ഡി കെക്ക് എന്തെങ്കിലും ജാതകദോഷം ഉണ്ടെങ്കിലോ? അതുകൊണ്ടാണ് ആദ്യ ഭാര്യ മരിച്ചതെങ്കിലോ? ഇനിയത് ആവർത്തിക്കുമെന്നുള്ള ഭയം അമ്മയ്ക്ക് കാണില്ലേ? അത് നമ്മളോട് തുറന്നു പറയാൻ അമ്മയ്ക്ക് പറ്റുമോ? ജോത്സ്യന് മറ്റാരോടെങ്കിലും പറയാൻ പറ്റുമോ? അതെന്താ പറഞ്ഞാല്? ജാതകത്തിലെ ദോഷം പറയേണ്ടത് അയാളുടെ ജോലിയല്ലേ? അത് രഹസ്യമാക്കി വെക്കാമെന്ന് അമ്മയ്ക്ക് അയാൾ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലോ? മായിജി, ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്താ? ഇതുകൊണ്ടായിരിക്കും സുപ്രിയ ആന്റിയുടെ മരണത്തിന് ശേഷം ഡി കെ വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞത്? സ്ത്രീകളെ ഇഷ്ടമല്ല എന്നുള്ള മുഖപടം എടുത്ത് അണിഞ്ഞത് ഇതുകൊണ്ടായിരിക്കും? ഏയ്, അതായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഡി കെ വിവരം അറിഞ്ഞിരിക്കണം. മണ്ടത്തരമൊക്കെ പറയുമെങ്കിലും താര ഈ പറഞ്ഞതിൽ കാര്യമുണ്ട്. ശരിയാ, ഞാനത് ഓർത്തില്ല. അല്ല മായച്ചി, അപ്പോ അങ്ങനെയാണെങ്കിൽ സുപ്രിയ ആന്റിയെ പോലെ ജ്യോതിയും എന്ന് പറഞ്ഞ ജ്യോതി മരിക്കുന്നാണോ? ഇതൊക്കെ സത്യമായിരിക്കും മായച്ചി? ആകാം, ആകാതിരിക്കാം. എനിക്ക് തോന്നിയ സംശയങ്ങളാ ഇതെല്ലാം. മായിജി, അപ്പൊ ജോത്സ്യര് പറഞ്ഞതെല്ലാം അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ആയിരിക്കണം അല്ലേ? ഇല്ലെങ്കിൽ പിന്നെ ജ്യോതിയുടെ കലിദോഷം എന്നൊക്കെ പറഞ്ഞ് ശിവനെ ഭജിക്കണമെന്നൊക്കെ പറഞ്ഞ എന്തിനാ? എന്തായാലും ജ്യോതിയുടെ ജാതകം വിശദമായി പരിശോധിക്കാൻ ജോത്സ്യരെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. വൈധവ്യ ദോഷം ഉണ്ടെങ്കിൽ അതിൽ കാണാതിരിക്കില്ലല്ലോ. എന്തായാലും ഇതിനകത്ത് എന്തോ വലിയൊരു രഹസ്യമുണ്ട്. അത് നമ്മൾ ആരും അറിയാതെ അമ്മ മറച്ചു പിടിക്കുന്നു. നമ്മളെന്നല്ല, ഡി കെ പോലും ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കണം. അതിനെന്താ ഒരു വഴി? അതിനാദ്യം ഡി കെയുടെ ജാതകം തപ്പിയെടുക്കണം. എന്നിട്ട് അതുമായി മറ്റൊരു ജോത്സ്യരെ കാണണം. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? വേണ്ടതൊക്കെ അമ്മ തന്നെ ചെയ്തോളും. അതല്ല താരേച്ചി, ഈ വീട്ടിൽ എന്ത് നടന്നാലും അത് നമ്മുടെ ലൈഫിനെ കൂടി ബാധിക്കും. ഇനിയിപ്പോ നാളെ ജ്യോതിക്ക് എന്തെങ്കിലും സംഭവിക്കുകയും ഡി കെ തകരുകയും ചെയ്താ ഈ കുടുംബം ഇല്ലാതായി പോവില്ലേ? അങ്ങനെ സംഭവിച്ച നമ്മുടെ ഭർത്താക്കന്മാരെ കൊണ്ട് ഈ പ്രതിസന്ധി നേരിടാൻ പറ്റുമെന്ന് മായിച്ചിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും പറ്റില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയേ പറ്റൂ. ഏത് അപകടത്തിലും അവനവന്റെ സ്വന്തം ജീവൻ തന്നെ എല്ലാവർക്കും വലുത് അല്ലേ മായച്ചി? അതെ. അങ്ങനെ ഒരു തകർച്ച സംഭവിക്കുമെന്ന് തോന്നിയാ നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ രക്ഷിക്കണം. നമ്മുടെ ജീവിതം നോക്കണം. വരട്ടെ മായച്ചി, ആദ്യം നമുക്ക് ആ ജോത്സ്യരെ കണ്ട് ഇതിന്റെ സത്യസ്ഥിതി എന്താന്ന് മനസ്സിലാക്കാം. മായേച്ചി സംശയിച്ചതൊക്കെ ശരിയാണോന്ന് നമുക്കറിയണമല്ലോ. ആദ്യം അമ്മയ്ക്കും ജോത്സ്യനും ഇടയിലുള്ള ആ രഹസ്യം എന്താന്ന് അറിയണം. ചികിത്സയുടെ അടുത്ത ഘട്ടമായി. സാറിനെ പതുക്കെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തണം. നീതി അവിടെ പിടിക്കും. സൂക്ഷിച്ച് പതുക്കെ പതുക്കെ എനിക്ക് സാർ. പതുക്കെ 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 പതിയെ പതിയെ പതിയെ. അപ്പോഴേ വേദന കുറച്ച് കാണും, സഹിച്ചേ പറ്റൂ. പതുക്കെ പതുക്കെ പതിയെ. പതിയെ 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 പതിയെ. ധൃതി വേണ്ട, പതിയെ സാവകാശം. ഇനി കാലുകൾ പതുക്കെ താഴോട്ടെടുത്ത് വയ്ക്കാം. ഷാജി, കാലിൻ്റെ അവിടെ പിടിക്കും. അല്ലേ പൊക്കിക്കോ. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. പതുക്കെ പതുക്കെ പതുക്കെ.
ഈ വടിയിലൊന്ന് പിടിക്ക്. കൈ എടുത്ത് പതുക്കെ പിടിച്ചോളൂ. ആ, നല്ല വേദന ഉണ്ടാവും. ആ, അടുത്ത കൈ കൂടി പിടിച്ചോളൂ. ഒന്ന് എഴുന്നേക്കാൻ ശ്രമിക്കൂ.